2016 ഇറങ്ങിയ ഒരു ഫാന്റസി അഡ്വഞ്ചർ സിനിമയാണ് മിസ് പെരഗ്രീൻസ് ഹോം ഫോർ പെക്യൂലിയർ ചിൽഡ്രൻ. അമാനുഷിക ശക്തികളുള്ള കുറെ കുട്ടികളെ ഭയാനകമായ രാക്ഷസ ജീവികൾ വേട്ടയാടുന്നതും അതിനിടയിൽ സംഭവിക്കുന്ന സാഹസികതകളുമാണ് സിനിമയുടെ ഇതിവൃത്തം. ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ദൃശ്യത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. പ്രധാന കഥാപാത്രമായ ജേക്ക് അവധി ദിവസങ്ങളിൽ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. ഇവിടുത്തെ മാനേജർ ജേക്കിന്റെ അയൽവാസിയാണ്. അതിനാൽ രാത്രി ജോലി കഴിയുമ്പോൾ പുള്ളിക്കാരി തന്നെ അവനെ വീട്ടിൽ കൊണ്ട് വിടുകയാണ് പതിവ്. ഒരു ദിവസം ജോലിക്കിടയിൽ അവന്റെ അപ്പൂപ്പൻ എയ്ബ് ഫോൺ ചെയ്തു. എയ്ബ് വളരെ പരിഭ്രാന്തനായിട്ടാണ് സംസാരിച്ചത്. പക്ഷെ ജേക്ക് അത് കാര്യമാക്കിയില്ല. കാരണം എയ്ബിന് ചെറിയ രീതിയിൽ മാനസിക രോഗമുണ്ട്. അതിനാൽ ഞാൻ മോൺസ്റ്റേഴ്സിനെ കണ്ടുവെന്നും അവരെന്നെ ആക്രമിക്കാൻ വന്നു എന്നുമൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അയാൾ ഇങ്ങനെ ജേക്കിനെ വിളിക്കാറുണ്ട്. എന്തായാലും അന്ന് വീട്ടിൽ പോകുന്ന വഴിക്ക് ഒരിടത്തെത്തിയപ്പോൾ വിചിത്രമായി ഒരു മനുഷ്യൻ റോഡരികത്ത് നിൽക്കുന്നത് കണ്ടു. അയാളുടെ തിളങ്ങുന്ന വെള്ള കണ്ണുകൾ ശരിക്കും ഭയാനകമായിരുന്നു. ശേഷം വീട്ടിലെത്തിയപ്പോൾ അവന്റെ വീട്ടിൽ മാത്രം കറണ്ടില്ല. സംശയം തോന്നി മാനേജരും കൂടെ വണ്ടിയിൽ നിന്നിറങ്ങി വീട്ടിൽ കയറി നോക്കി. വീട്ടിലെ സാധനങ്ങൾ മൊത്തം അലങ്കോലമായി കിടക്കുകയാണ്. എയ്ബിനെയാണെങ്കിൽ ഒരിടത്തും കാണാനുമില്ല. ഒരുപക്ഷെ വീട്ടിൽ കള്ളൻ കയറിയതായിരിക്കുമെന്ന് കരുതി മാനേജർ സേഫ്റ്റിക്ക് വേണ്ടി വണ്ടിയിൽ നിന്ന് തോക്കെടുക്കാൻ പോയി. അപ്പോഴാണ് വീട്ടിന് പിന്നിലുള്ള കാട്ടിൽ എയ്ബിന്റെ ഫ്ലാഷ് ലൈറ്റ് കിടക്കുന്നത് ജേക്ക് ശ്രദ്ധിച്ചത്. അവൻ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് നോക്കി. ഫ്ലാഷ് ലൈറ്റിൽ മൊത്തം രക്തമാണ്. കുറച്ചുകൂടെ ഉള്ളിലേക്ക് നടന്നപ്പോൾ എയ്ബ് ഒരിടത്ത് ബോധം കെട്ട് കിടക്കുന്നത് കണ്ടു. അയാളുടെ 2 കണ്ണുകളും കാണുന്നില്ല. അത് കണ്ട് അവൻ ആകെ പേടിച്ചു പോയി. ഒട്ടും സമയം കളയാതെ അവൻ എമർജൻസി നമ്പറിൽ വിളിച്ചു. അതിനിടയിൽ പെട്ടെന്ന് എയ്ബ് ജേക്കിന്റെ കയ്യിൽ കയറി പിടിച്ചു. അവൻ ഞെട്ടിപ്പോയി. സമീപമുള്ള ഒരു ദ്വീപിന്റെ പേര് പറഞ്ഞിട്ട് നീ അവിടെ പോകണമെന്നും അവിടെ 1943 സെപ്റ്റംബർ 13 പോകാനുള്ള വഴി കണ്ടെത്തണമെന്നും എയ്ബ് ജേക്കിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജേക്കിനൊന്നും മനസ്സിലായില്ല. ഞാൻ ഭ്രാന്ത് പിടിച്ച് എന്തൊക്കെയോ പുലമ്പുന്നുവെന്നായിരിക്കും നീ വിചാരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാലും സാരമില്ല, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് എയ്ബ് മരിച്ചുപോയി. അപ്പോഴാണ് മാനേജർ അവിടെ എത്തിയത്. അവളുടെ പിന്നിലൂടെ എന്തോ ഒരു രാക്ഷസ ജീവി വരുന്നത് കണ്ടിട്ട് ജേക്ക് അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. പക്ഷെ അവള് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. 1 മാസത്തിന് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. എയ്ബിന്റെ മരണം ജേക്കിനെ മാനസികമായിട്ട് ആകെ തകർത്തു. അതുമാത്രമല്ല, ചില സമയങ്ങളിൽ അവൻ ഇല്ലാത്ത പലതും കാണുന്നുണ്ട്. അന്ന് കണ്ട മോൺസ്റ്ററും അങ്ങനെ ഒരു തോന്നൽ മാത്രമായിരുന്നു. ഈ മാനസിക പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ അവന്റെ പാരന്റ്സ് അവനെ സ്ഥിരമായിട്ട് ഡോക്ടർ ഗോലൻ എന്നൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിൽ മോൺസ്റ്റേഴ്സ് ഉള്ള കഥകളൊക്കെ നീ പണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഓർമ്മകളിൽ നിന്നുമായിരിക്കും ഇങ്ങനെ മോൺസ്റ്റേഴ്സിനെയൊക്കെ കാണുന്നതായിട്ട് തോന്നുന്നതെന്നാണ് ഗോലൻ പറയുന്നത്. അപ്പോൾ ജേക്ക് അവന്റെ കുട്ടിക്കാലം ഓർത്തു. കുട്ടിക്കാലത്ത് എയ്ബ് ജേക്കിന് ഒരുപാട് ഫാന്റസി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. രാക്ഷസ ജീവികളും അമാനുഷിക മനുഷ്യരുമൊക്കെയുള്ള കഥകൾ. തന്റെ ജീവിതത്തിൽ ശരിക്കും നടന്നിട്ടുള്ള സംഭവങ്ങളായിട്ടാണ് എയ്ബ് ആ കഥകളൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ അതൊക്കെ വെറും പൊട്ട കഥകളാണെന്നാണ് ജേക്കിന്റെ അച്ഛൻ ഫ്രാങ്ക് കരുതിയിരുന്നത്. എന്തായാലും എയ്ബിന്റെ കഥകൾ അനുസരിച്ച് അമാനുഷിക ശക്തികളുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു വീടുണ്ടായിരുന്നു. പെരിഗ്രീൻ എന്നൊരു സ്ത്രീയാണ് ആ കുട്ടികളെയൊക്കെ പരിപാലിച്ചിരുന്നത്. അവിടെയുള്ള ഓരോ കുട്ടികൾക്കും വളരെ വിചിത്രമായ സൂപ്പർ പവേഴ്സ് ഉണ്ടായിരുന്നു. പെക്യൂലിയേഴ്സ് എന്നാണ് സൂപ്പർ പവേഴ്സ് ഉള്ളവരെ പറയുന്നത്. കുറെ കാലം എയ്ബും ആ വീട്ടിൽ ജീവിച്ചിട്ടുണ്ട്. എയ്ബിന്റെ എല്ലാ സൂപ്പർ പവേഴ്സ് ഉള്ള കുട്ടികളുടെ കുറച്ച് ഫോട്ടോസുമുണ്ട്. ആ കഥകളൊക്കെ പറയുമ്പോൾ ഈ ഫോട്ടോസും അയാള് ജേക്കിന് കാണിച്ചു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ട് ഇതൊക്കെ സത്യമാണെന്നാണ് ജേക്ക് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഒരിക്കൽ അവൻ ആ ഫോട്ടോസൊക്കെ കൊണ്ടുപോയി അവന്റെ ഫ്രണ്ട്സിനെ കാണിച്ചു. അപ്പോൾ ഇതെല്ലാം നിന്റെ അപ്പൂപ്പൻ ഉണ്ടാക്കിയ വെറും കെട്ടുകഥകളാണെന്നും ഈ ഫോട്ടോസൊക്കെ ഫേക്ക് ആണെന്നും പറഞ്ഞ് അവന്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ അവനെ കുറെ കളിയാക്കി. അതിനുശേഷം പിന്നെ അവൻ ആ കഥകളൊന്നും വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത ശേഷം അവൻ ആ കാര്യങ്ങളൊക്കെ ഡോക്ടറിനോട് പറഞ്ഞു. അപ്പോൾ ഈ കഥകൾ നിന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് മോൺസ്റ്റേഴ്സിനെയൊക്കെ കാണുന്നതായിട്ട് നിനക്ക് തോന്നുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. ശേഷം അവൻ ഫ്രാങ്കിനൊപ്പം വീട്ടിൽ പോയി. അവിടെ അവന്റെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ചേർന്ന് പാർട്ടി നടത്തുകയായിരുന്നു. ഇന്ന് ശരിക്കും ജേക്കിന്റെ ബർത്ത്ഡേ ആണ്. അവന്റെ ആന്റി അവനൊരു ഗിഫ്റ്റ് കൊടുത്തു. അതൊരു ബുക്കായിരുന്നു. ഇത് ജേക്കിന് കൊടുക്കണമെന്ന് പറഞ്ഞ് പണ്ടേ തന്നെ എയ്ബ് അവളെ ഏൽപ്പിച്ചിരുന്നതാണ്. അത് തുറന്നു നോക്കിയപ്പോൾ പെരിഗ്രീൻ എയ്ബിന് അയച്ച ഒരു കത്ത് കണ്ടു. അത് എയ്ബ് പണ്ട് പറയാറുള്ള കഥയിലെ സ്ത്രീയാണെന്ന് അവന് മനസ്സിലായി. പറ്റുമെങ്കിൽ നീ തിരിച്ചു വരണമെന്നാണ് പെരിഗ്രീൻ കത്തിൽ എഴുതിയിട്ടുള്ളത്. അഡ്രസ് നോക്കിയപ്പോൾ കെയ്ൻ ഹോം എന്നൊരു ദ്വീപിൽ നിന്നുമാണ് കത്തയച്ചിരിക്കുന്നത്. ഈ ദ്വീപിൽ പോകണമെന്നാണ് മരിക്കുന്നതിന് മുന്നേ എയ്ബ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ എയ്ബ് പറഞ്ഞതൊക്കെ സത്യം തന്നെ ആയിരിക്കുമോ എന്ന് ജേക്കിന് ഒരു സംശയം തോന്നി. അതിനാൽ പറ്റുമെങ്കിൽ ഒരിക്കൽ ആ ദ്വീപിൽ പോകണമെന്നും അവൻ തീരുമാനിച്ചു. എന്നിരുന്നാലും അവനത് പാരന്റ്സിനോട് പറഞ്ഞില്ല.
അടുത്ത തവണ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോൾ മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കാൻ കുറച്ച് ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞു. അത് കേട്ട ഉടനെ എങ്കിൽ പിന്നെ നമുക്ക് സമീപമുള്ള കെയ്ൻഹോം ദ്വീപിൽ പോകാമെന്ന് ജേക്ക് പറഞ്ഞു. അങ്ങനെ ഫ്രാങ്കും ജേക്കും കൂടെ അടുത്ത ദിവസം തന്നെ ആ ദ്വീപിലേക്ക് യാത്രയായി. ദ്വീപിലെത്താറായപ്പോൾ മുകളിലൂടെ ഒരു പെരിഗ്രീൻ പക്ഷി പറന്നു പോകുന്നത് കണ്ടു. ഏബിന്റെ കഥയിലെ പെരിഗ്രീന് പക്ഷിയായി മാറാനുള്ള കഴിവുണ്ട്. അതിനാൽ ഒരു തമാശയ്ക്ക് ജേക്ക് ആ പക്ഷിയോട് സംസാരിച്ചു. ശേഷം അവര് ദ്വീപിലെത്തി. എന്നിട്ടൊരു ഹോട്ടലിൽ മുറിയെടുത്തു. ദ്വീപ് മുഴുവൻ ചുറ്റിക്കറങ്ങാൻ പോകാമെന്ന് ജേക്ക് പറഞ്ഞു. പക്ഷെ ഫ്രാങ്കിന് അത്യാവശ്യമായിട്ട് ലാപ്ടോപ്പിൽ കുറച്ച് ജോലി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതിനാൽ നാളെ പോകാമെന്ന് ഫ്രാങ്ക് പറഞ്ഞു. അപ്പോഴാണ് പുറത്ത് കുറച്ച് പിള്ളേര് നിൽക്കുന്നത് കണ്ടത്. ജേക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ലാത്ത ഒരുത്തനാണ്. അതുകൊണ്ട് നീ അവരുടെ കൂടെ ചെന്ന് കമ്പനിയാകാൻ നോക്കെന്ന് പറഞ്ഞ് ഫ്രാങ്ക് ജേക്കിനെ പുറത്തേക്ക് അയച്ചു. എന്നാൽ ജേക്ക് വന്നിട്ട് എനിക്ക് പെരിഗ്രീന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അതിൽ രണ്ടുപേര് ജേക്കിനെയും കൊണ്ട് പെരിഗ്രീന്റെ വീട്ടിലേക്ക് പോയി. ഇടയ്ക്ക് ഒരിടത്തെത്തിയപ്പോൾ ഒരു ചെറിയ കുന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അതുവഴി നേരെ അങ്ങ് പോയാൽ മതി എന്ന് അവര് പറഞ്ഞു കൊടുത്തു. അവര് പറഞ്ഞതുപോലെ അതുവഴി കുറച്ചു ദൂരം നടന്നപ്പോൾ അവസാനം അവൻ പെരിഗ്രീന്റെ വീട്ടിലെത്തി. പക്ഷെ വീട് മൊത്തം നശിച്ചു കിടക്കുകയാണ്. ഉള്ളിൽ ആരെയും കണ്ടില്ല. ശേഷം അവൻ തിരിച്ച് ഹോട്ടലിൽ വന്നു. ഹോട്ടലിൽ ഒരു വൃദ്ധനായിട്ട് കുറച്ചുനേരം സംസാരിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. 1943 സെപ്റ്റംബർ 13 ഈ ദ്വീപിൽ ജർമ്മനിക്കാര് ബോംബിട്ടു. അത് കാരണം ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു. അത് കേട്ട് അവനാകെ നിരാശനായി. ശേഷം അടുത്ത ദിവസം രാവിലെ ഞാൻ ഇന്നലെ കണ്ട ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് ജേക്ക് ഹോട്ടലിൽ നിന്നിറങ്ങി. ഇവന് പുതിയ ഫ്രണ്ട്സൊക്കെ കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഫ്രാങ്കിന് സന്തോഷം തോന്നി. എന്നാൽ ജേക്ക് നേരെ പെരിഗ്രീന്റെ വീട്ടിലേക്കാണ് പോയത്. അവൻ വീട്ടിനകത്ത് കയറി മൊത്തം പരിശോധിച്ചു. ഇടയ്ക്ക് മുകളിലത്തെ നിലയിൽ കയറിപ്പോയപ്പോൾ അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നത് കണ്ടു. അവനെ ഏബ് എന്നാണ് അവള് വിളിച്ചത്. അത് പ്രേതം വല്ലതുമായിരിക്കുമെന്ന് കരുതി അവൻ ശരിക്കും പേടിച്ചുപോയി. അപ്പോഴാണ് വേറെയും കുട്ടികൾ പലയിടത്തും ഒളിച്ചു നിൽക്കുന്നത് ശ്രദ്ധിച്ചത്. പേടിച്ചിട്ട് അവൻ അവിടെ നിറങ്ങി ഓടി. എന്നാൽ അതിനിടയിൽ അവൻ കാലുതിനി നിലത്ത് വീണ് തലയിടിച്ച് ബോധം കെട്ടു. പിന്നെ കണ്ണു തുറക്കുമ്പോൾ ബ്രോൺവിൻ അവനെ തൂക്കിയെടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. അത് കാണുമ്പോൾ തന്നെ സൂപ്പർ സ്ട്രെങ്ത് ആണ് ആ കുട്ടിയുടെ സൂപ്പർ പവർ എന്ന് നമുക്ക് മനസ്സിലാകും. ഒരു പാറക്കെട്ടിന് സമീപമാണ് അവൾ അവനെ കൊണ്ടുപോയത്. അവിടെ വേറെയും കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ തന്നെ അതെല്ലാം ഏബിന്റെ കഥയിലെ സൂപ്പർ പവേഴ്സ് ഉള്ള കുട്ടികളാണെന്ന് അവന് മനസ്സിലായി. ഇവരെല്ലാം ബോംബ് വിസ്ഫോടനത്തിൽ മരിച്ചുവെന്നാണ് പുറം ലോകം കരുതിയിരിക്കുന്നത്. അതിനാൽ താനും മരിച്ചുപോയി കാണുമെന്നാണ് ജേക്ക് കരുതിയത്. എന്നാൽ ഇവിടെ ആരും മരിച്ചിട്ടില്ലെന്ന് കുട്ടികൾ പറഞ്ഞു. ശേഷം അവരവനെ പാറക്കെട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എന്തോ സംഭവിക്കുന്നത് പോലെ അവന് തോന്നി. പേടിച്ചിട്ട് അവൻ വേഗം അവിടെ നിറങ്ങി ഓടി. നേരെ ഹോട്ടലിലേക്കാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഹോട്ടലിലെ മാനേജറിന് അവനെ മനസ്സിലായില്ല. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ പോലെയാണ് എല്ലാവരും അവനോട് പെരുമാറുന്നത്. ജേക്ക് ആകെ കൺഫ്യൂഷനിലായി. ജേക്കിനെ കണ്ടപ്പോൾ അവൻ ഇവിടെ ഉള്ളവനല്ലെന്ന് ഹോട്ടലിലുള്ളവർക്ക് മനസ്സിലായി. ഇനി ഒരുപക്ഷെ അവൻ ജർമ്മൻ സ്പൈ എങ്ങാനും ആയിരിക്കുമോ എന്ന് കരുതി ഹോട്ടലിലുള്ളവരെല്ലാം ജേക്കിനെ ആക്രമിക്കാൻ വന്നു. പെട്ടെന്ന് അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം തനിയെ നിലത്ത് വീണ് പൊട്ടാൻ തുടങ്ങി. സംഭവം ജേക്കിനെ ഫോളോ ചെയ്ത് കുട്ടികളും ഇവിടെ എത്തി. ഈ പ്ലേറ്റിന്റെ പണി മില്ലാർഡാണ് ചെയ്തത്. മില്ലാർഡ് ഇൻവിസിബിൾ ആണ്. അതാണ് അവന്റെ സൂപ്പർ പവർ. ലൂസിക്ക് തീ ഉണ്ടാക്കാനുള്ള ശക്തിയുണ്ട്. അങ്ങനെ ഹോട്ടലിൽ തീ ഇട്ടിട്ട് അവള് ജേക്കിനെയും കൊണ്ട് അവിടെ ഓടി രക്ഷപ്പെട്ടു. ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആകാശത്തിൽ കുറെ യുദ്ധവിമാനങ്ങൾ പറന്നു പോകുന്നത് കണ്ടു. ശേഷം ഒരു കുതിര വണ്ടിയിൽ കയറി അവര് വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ലൂസി അവന് കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. സംഭവം നേരത്തെ പാറക്കെട്ടിനുള്ളിൽ കയറിയപ്പോൾ അവര് ടൈം ട്രാവൽ ചെയ്തു. അങ്ങനെ ഇവരിപ്പോൾ 1943 സെപ്റ്റംബർ 13 എത്തിയിരിക്കുകയാണ്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം അവര് വീട്ടിലെത്തി. ധാരാളം പൂക്കൾ കൊണ്ട് നിറഞ്ഞ് വളരെ മനോഹരമായിട്ടാണ് വീടിരിക്കുന്നത്. അവിടെ പെരിഗ്രീൻ ജേക്കിനെയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു. ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്യാരക്ടറാണ് പെരിഗ്രീൻ. ഏബ് വരാതെ ജേക്കിനെ മാത്രം കണ്ടപ്പോൾ ഏബ് മരിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് പെരിഗ്രീന് മനസ്സിലായി. ശേഷം പെരിഗ്രീൻ ഇവിടെയുള്ള എല്ലാ കുട്ടികളെയും ജേക്കിന് പരിചയപ്പെടുത്തി. ഫിയോണയ്ക്ക് സെക്കൻഡുകൾ കൊണ്ട് സസ്യജാലങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയും. തലയ്ക്ക് പിന്നിൽ ഭീകരമായ വായയുള്ള കുട്ടിയാണ് ക്ലെയർ. ഹ്യൂവിന്റെ ദേഹത്ത് ധാരാളം തേനീച്ചകൾ വളരുന്നുണ്ട്. അവയെ നിയന്ത്രിച്ച് അവന് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണാൻ കഴിവുള്ള കുട്ടിയാണ് ഹോറസ്. എമ്മയ്ക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. അതിനാൽ അവൾ എപ്പോഴും നല്ല ഭാരമുള്ള ഷൂസ് ഇട്ടാണ് നടക്കുന്നത്. അത് ഊരിയാൽ അവള് പറന്നുയരും. പിന്നെ ഒരു ട്വിൻസ് ഉണ്ട്. അവർക്ക് ഭയങ്കര വിചിത്രമായ മുഖമാണ്. അവരുടെ കണ്ണുകളിൽ നോക്കിയാൽ ഉടൻ തന്നെ നോക്കുന്നവർ സ്റ്റാച്യു ആയി മാറും. പാവകൾക്ക് ജീവൻ നൽകാൻ കഴിയുന്നവനാണ് ഈനോക്ക്. പിന്നെ നേരത്തെ കണ്ട മില്ലാർഡും ബ്രോൺവിനും ലൂസിയും കൂടെയുണ്ട്. അങ്ങനെ ആകെ മൊത്തം 12 കുട്ടികൾ ഇവിടെയുണ്ട്. ഇവർക്ക് പുറമെ മരിച്ചു കിടക്കുന്ന വേറൊരു കുട്ടി കൂടെയുണ്ട്. എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞ് ഗാർഡനിലൂടെ നടക്കുന്നതിനിടയിൽ നേരത്തെ ഹോട്ടലിൽ വെച്ച് നടന്ന സംഭവത്തിന്റെ പേരിൽ വീട്ടിൽ പോലീസ് വന്നിരിക്കുകയാണെന്ന് ഫിയോണ വന്ന് പറഞ്ഞു.
ഇവരെന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് പറഞ്ഞ് ജെയ്ക്ക് ഉടനെ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. പിന്നെ പെരിഗ്രീൻ പോലീസിനെ കാണാൻ പോയി. ജെയ്ക്ക് ആണെങ്കിൽ എമ്മയെ സഹായിച്ചു. എമ്മ ഒരു അണ്ണാൻ കുഞ്ഞിനെ മരത്തിന് മുകളിൽ കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കുകയാണ്. അവളുടെ അരയിൽ ഒരു കയറ് കെട്ടിയ ശേഷം അതിന്റെ മറ്റേ അറ്റം ജെയ്ക്കിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഇരുമ്പ് ഷൂസ് അഴിച്ചതും അവള് പറന്നുയർന്നു. അങ്ങനെ അണ്ണാൻ കുഞ്ഞിനെ മുകളിലെത്തിച്ചു. എന്നിട്ട് ജെയ്ക്ക് അവളെ തിരിച്ചു വലിച്ച് നിലത്ത് കൊണ്ടുവന്നു. ഷൂസ് ഇടുന്ന സമയത്ത് പണ്ട് എയ്ബാണ് എന്നെ ഇത് ചെയ്യാൻ സഹായിച്ചിരുന്നതെന്ന് എമ്മ പറഞ്ഞു. എയ്ബ് മരിച്ചതിൽ ജെയ്ക്കിനെ പോലെ തന്നെ എമ്മയ്ക്കും നല്ല വിഷമമുണ്ട്. കാരണം അവള് പണ്ട് എയ്ബിനെ സ്നേഹിച്ചിരുന്നു. ജെയ്ക്കിനെ കണ്ടപ്പോൾ എയ്ബാണെന്നാണ് അവള് കരുതിയത്. അതുകൊണ്ടാണ് നേരത്തെ അവൾ അവനെ എയ്ബ് എന്ന് വിളിച്ചത്. ഇപ്പോ ഇവൾക്ക് ജെയ്ക്കിനോടും ഇഷ്ടം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അവന് തിരിച്ചും. എന്തായാലും അണ്ണാൻ കുഞ്ഞിനെ മരം കയറാൻ സഹായിച്ച എമ്മയുടെ ബുദ്ധി ആരും തന്നെ ഇവിടെ കാണാതെ പോകരുത്. ശേഷം എല്ലാവരും ആഹാരം കഴിക്കാൻ പോയി. അവിടെ വെച്ച് ഹൊറസ് ഇനോക്കിനെ കളിയാക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. ഇനോക്കിന് എമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് അവനോട് താല്പര്യമില്ല. ഇപ്പൊ ഇവള് ജെയ്ക്കിനോട് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ അവന് നല്ല അസൂയയും ദേഷ്യവും ഒക്കെ തോന്നുന്നുണ്ട്. ഡിന്നർ കഴിഞ്ഞപ്പോൾ ടൈം റീസെറ്റ് ആക്കാനുള്ള സമയമായെന്ന് പെരിഗ്രീൻ പറഞ്ഞു. അപ്പോൾ അത് കാണാൻ നല്ല രസമാണെന്നും പറഞ്ഞ് എല്ലാവരും ജെയ്ക്കിനെയും വിളിച്ചുകൊണ്ട് പെരിഗ്രീന്റെ കൂടെ പോയി. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. സംഭവം പെരിഗ്രീന് ടൈം ട്രാവൽ ചെയ്യാനും അതുപോലെ സമയത്തെ പുറകിലോട്ട് കൊണ്ടുപോകാനുമുള്ള കഴിവുണ്ട്. ടൈം കീപ്പേഴ്സ് എന്നാണ് ഇത്തരം ശക്തിയുള്ളവരെ പറയുന്നത്. ഫീമെയിൽ ടൈം കീപ്പേഴ്സിനെല്ലാം പക്ഷിയായിട്ട് മാറാനുള്ള കഴിവുണ്ടായിരിക്കും. ഭാവിയിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ടായപ്പോൾ പെരിഗ്രീൻ നേരത്തെ കണ്ട പാറക്കെട്ടിനുള്ളിൽ ടൈം ട്രാവൽ ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തു. എന്നിട്ട് ഈ കുട്ടികളെല്ലാം കൊണ്ട് 1943 സെപ്റ്റംബർ 13 വന്നു. ഈ ദിവസം രാത്രിയിലാണ് ഇവിടെ ജർമ്മനിക്കാര് ബോംബിടുന്നത്. പക്ഷെ എല്ലാ ദിവസവും ഇതേ സമയമാകുമ്പോൾ, അതായത് ബോംബ് വന്ന് വീഴുന്നതിന് തൊട്ട് മുന്നേ പെരിഗ്രീൻ സമയത്തെ 24 മണിക്കൂറുകൾ പിന്നിലോട്ട് കൊണ്ടുപോകും. അങ്ങനെ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായിട്ട് ഇവരിങ്ങനെ ഒരേ ദിവസം തന്നെ വീണ്ടും വീണ്ടും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ യഥാർത്ഥ ടൈം ലൈനിൽ സമയം നോർമൽ ആയിട്ട് തന്നെ പോകും. എന്നാൽ ഈ ടൈം ലൂപ്പിനുള്ളിൽ ഒരു ദിവസം തന്നെ മാറി മാറി വരികയും ചെയ്യും. അതുപോലെ ഇവര് മരിച്ചുവെന്ന് പുറം ലോകം കരുതുകയും ചെയ്യും. അതിനോടൊപ്പം ഇവർക്ക് എന്നെന്നും ജീവിക്കാനും കഴിയും. അതുകൊണ്ടാണ് ഇവർക്കൊന്നും പ്രായം കൂടാത്തത്. പക്ഷെ ഇവർക്കിനി ഒരിക്കലും ഭാവിയിലേക്ക്, അതായത് യഥാർത്ഥ ടൈം ലൈനിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങളുടെ പ്രായം അവരെ പിടികൂടും. അതായത് ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ അവര് വയസ്സായി പോകും. പ്രായം ഓൾറെഡി കൂടിയവരാണെങ്കിൽ മരിച്ചു പോവുകയും ചെയ്യും. മറ്റൊരു കാര്യം, 24 മണിക്കൂറുകൾ പിന്നിലോട്ട് പോകുമ്പോൾ സൂപ്പർ പവേഴ്സ് ഉള്ളവർക്ക് മാത്രമേ സമയം പുറകിലോട്ട് പോയെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ഇതൊക്കെ കേട്ടപ്പോൾ ഇവര് ആരിൽ നിന്ന് ഒളിച്ചു ജീവിക്കുകയാണെന്ന് ജെയ്ക്കിന് സംശയം തോന്നി. എന്തായാലും ബോംബ് വന്ന് വീഴുന്നതിന് സെക്കൻഡുകൾക്ക് മുന്നേ പെരിഗ്രീൻ ടൈം പുറകിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ വീണ്ടും സെപ്റ്റംബർ 13 രാവിലെയായി. ശേഷം ഞാൻ തിരിച്ചു പോവുകയാണെന്ന് ജെയ്ക്ക് പറഞ്ഞു. അപ്പോൾ എമ്മ അവനെയും കൊണ്ട് പാറക്കെട്ടിലേക്ക് പോയി. അപ്പോഴാണ് അവിടെ ഒരു പക്ഷി വന്ന് ചുമരിലിടിച്ച് വീണത്. എമ്മ അതിനെയും എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. ജെയ്ക്ക് ആണെങ്കിൽ ടൈം ട്രാവൽ ചെയ്ത് യഥാർത്ഥ ടൈം ലൈനിലെത്തി. അപ്പോഴേക്കും ഇവിടെ രാത്രിയാകാറായി. വരുന്ന വഴിക്ക് ഫ്രാങ്കിനെ കണ്ടുമുട്ടി. അങ്ങനെ ഫ്രാങ്കിനോടൊപ്പം അവൻ ഹോട്ടലിലേക്ക് പോകുന്നതിനിടയിൽ ഒരു ഫാമിലുള്ള ആടുകളെല്ലാം നാട് നീങ്ങി കിടക്കുന്നത് കണ്ടു. അവ എങ്ങനെയാണ് നിര്യാതരായതെന്ന് ആർക്കും അറിയില്ല. എന്തായാലും ഫ്രാങ്കും ജെയ്ക്കും അത് വലിയ കാര്യമാക്കിയില്ല. അടുത്ത ദിവസം രാവിലെ ഫ്രാങ്ക് ജെയ്ക്കിനെയും കൊണ്ട് ബീച്ചിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു പക്ഷി നിരീക്ഷകനെ കണ്ടുമുട്ടി. എന്തോ റിസർച്ചിന്റെ ഭാഗമായിട്ട് അയാൾ ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ശേഷം അന്ന് വൈകുന്നേരം ഫ്രാങ്ക് ഉറങ്ങിക്കിടന്ന സമയം ജെയ്ക്ക് ആരും കാണാതെ പുറത്തിറങ്ങി. ഈ സമയം ഇവിടെ പെരിഗ്രീൻ നേരത്തെ എമ്മ കൊണ്ടുവന്ന പക്ഷിയെ പരിചരിക്കുകയായിരുന്നു. അത് ശരിക്കും മറ്റൊരു ടൈം കീപ്പറാണ്. അവോസെറ്റ് എന്നാണ് ആ പുള്ളിക്കാരിയുടെ പേര്. അവോസെറ്റിന് എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷി രൂപത്തിലായിരിക്കുമ്പോൾ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ പരിക്ക് മാറുന്നതുവരെ മനുഷ്യ രൂപത്തിലാകാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവോസെറ്റ് ഇപ്പോഴും പക്ഷി രൂപത്തിലായിരിക്കുന്നത്. അതിനിടയിൽ അവിടെ ജെയ്ക്ക് എത്തി. ഇന്നലെ അവന് തോന്നിയ സംശയം അവൻ പെരിഗ്രീന്റെ അടുത്ത് ചോദിച്ചു. പക്ഷെ അവൾ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. കുറച്ചു കഴിഞ്ഞ് ഇനോക്ക് ജെയ്ക്കിനെ കാണാൻ വന്നു. ലൂസിയും ഒപ്പമുണ്ടായിരുന്നു. ലൂസി എപ്പോഴും ഇനോക്കിന്റെ വലം കൈയായിട്ട് അവന്റെ കൂടെ തന്നെ നടക്കും. യഥാർത്ഥത്തിൽ അവൾക്ക് ഇനോക്കിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇനോക്കിന് എമ്മയെ ഇഷ്ടമായതുകൊണ്ട് അവൾ ഇതുവരെ അവനോടത് പറഞ്ഞിട്ടില്ല. എന്തായാലും ഇനോക്ക് ജെയ്ക്കിനെയും കൊണ്ട് മുകളിലെത്തി നിലയിൽ വിക്ടറിന്റെ മുറിയിൽ പോയി. അതാണ് നേരത്തെ പറഞ്ഞ മരിച്ചു കിടക്കുന്ന കുട്ടി. ആദ്യമായിട്ട് ഈ ടൈം ലൂപ്പിൽ വരുന്ന സമയം ആരോ വിക്ടറിനെ കൊന്നതാണ്. നോക്കിയപ്പോൾ അവന്റെ കണ്ണുകൾ കാണുന്നില്ല. ഇതേ അവസ്ഥയായിരുന്നു എയ്ബിനും. ജെയ്ക്കിനെ പേടിപ്പെടുത്താനായിട്ട് ഇനോക്ക് അവന്റെ ശക്തി ഉപയോഗിച്ച് വിക്ടറിനെ ജീവൻ വെപ്പിച്ചു. അപ്പോൾ വിക്ടർ എണീറ്റ് പാവയെ പോലെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അത് കണ്ട് പേടിച്ച് ജെയ്ക്ക് അവിടെ നിറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് എമ്മ അവനെയും കൊണ്ട് കടലിലേക്ക് പോയി.
ചിലപ്പോൾ നേരത്തെ അണ്ണാൻ കുഞ്ഞിനെ മരം കയറാൻ സഹായിച്ചതുപോലെ ഏതെങ്കിലും മീനിനെ നീന്തൽ പഠിപ്പിക്കാൻ പോകുന്നതായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ ശരിക്കും കടലിന്റെ അടിത്തട്ടിൽ തകർന്നു കിടക്കുന്ന ഒരു കപ്പലിലേക്കാണ് അവൾ അവനെ കൊണ്ടുപോയത്. വെറുതെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി അവൾ ഇടയ്ക്കിടയ്ക്ക് ഈ കപ്പലിൽ വരാറുണ്ട്. അവൾക്ക് കാറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുമുണ്ട്. അതിനാൽ എത്ര നേരം വേണമെങ്കിലും വെള്ളത്തിനടിയിലായിരിക്കാൻ പറ്റും. ആ ശക്തി വെച്ച് അവൾ അവന് ചുറ്റും ഒരു എയർ ബബിളും ഉണ്ടാക്കി. അതിലൂടെ ഇനി അവനും വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ കഴിയും. ഇടയ്ക്ക് കപ്പലിൽ കുറെ അസ്ഥികൂടങ്ങൾ കിടക്കുന്നത് കാണാം. അതെല്ലാം ഈ കപ്പൽ അപകടത്തിൽ മരിച്ചവരായിരിക്കും. കപ്പലിലെ ഒരു മുറിയിൽ കയറിയ ശേഷം അവളുടെ ശക്തി വെച്ച് അവിടുത്തെ മൊത്തം വെള്ളത്തിനെയും പുറത്താക്കി വാതിലടച്ചു. എന്നിട്ടൊരു ബോക്സ് തുറന്ന് കുറെ പേരുടെ ഫോട്ടോസ് കാണിച്ചു കൊടുത്തു. അതിൽ അവൻ ആദ്യം കണ്ട വെള്ള കണ്ണുള്ള മനുഷ്യനെയും അതേപോലത്തെ വേറെയും കുറെ പേരെയും കണ്ടു. അവള് അവന് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. സംഭവം വെള്ള കണ്ണുള്ളവരെല്ലാം ദുഷ്ടന്മാരായ പെക്യൂലിയേഴ്സ് ആണ്. ഹോളോസ് എന്നാണ് ദുഷ്ടന്മാരായ പെക്യൂലിയേഴ്സിനെ പറയുന്നത്. അവൻ അന്ന് കണ്ടത് ബാരനെയാണ്. ബാരനാണ് ഹോളോസിന്റെ ലീഡർ. ഒരിക്കൽ ഈ ഹോളോസ് എല്ലാം കൂടെ ചേർന്ന് എന്തോ കാരണത്താൽ നല്ലവരായ പെക്യൂലിയേഴ്സിനെ എല്ലാം കൊല്ലാൻ തുടങ്ങി. അങ്ങനെയാണ് പെരിഗ്രീൻ കുട്ടികളെയും കൊണ്ട് ടൈം ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വന്നത്. പെരിഗ്രീൻ മാത്രമല്ല, നല്ലവരായ എല്ലാ ടൈം കീപ്പേഴ്സും കഴിയുന്ന എത്ര പെക്യൂലിയേഴ്സിനെയും കൊണ്ട് ഇതുപോലെ പല പല കാലങ്ങളിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോയിട്ടുണ്ട്. നേരത്തെ പാറക്കെട്ട് കണ്ടതുപോലെ ആരും പ്രതീക്ഷിക്കാത്ത സീക്രട്ട് ലൊക്കേഷൻസിലാണ് ടൈം ട്രാവലിനുള്ള സെറ്റപ്പുകൾ ഓരോ ടൈം കീപ്പറും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഹോളോസ് എല്ലാം അങ്ങനെയുള്ള സീക്രട്ട് ലൊക്കേഷൻ കണ്ടെത്തി നല്ല പെക്യൂലിയേഴ്സിനെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾക്കറിയാവുന്നതൊക്കെ അവൾ പറഞ്ഞു കൊടുത്തു. മറ്റൊരു കാര്യം, പെക്യൂലിയേഴ്സിന് മാത്രമേ അത്തരം ലൊക്കേഷൻസിലൂടെ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ജെയ്ക്കിനും എന്തോ സൂപ്പർ പവർ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അങ്ങനെ സൂപ്പർ പവർ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ പണ്ടേ തന്നെ എനിക്കത് മനസ്സിലാകേണ്ടതല്ലേ എന്ന് ജെയ്ക്ക് ചോദിച്ചു. അപ്പോൾ അവൾ അവനെയും കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നു. എന്നിട്ട് പെരിഗ്രീൻ കടലിന് സമീപം ചെന്ന് നിൽക്കുന്നത് കാണിച്ചു കൊടുത്തു. അവളുടെ ഒരു ക്രോസ് ബോയും ഇരിപ്പുണ്ട്. കുറച്ചു കഴിഞ്ഞതും ഒരു മോൺസ്റ്റർ കടലിൽ നിന്ന് കയറി വന്നു. ഇതേപോലത്തെ മോൺസ്റ്ററിനെയാണ് ആദ്യം കാട്ടിൽ വെച്ച് ജെയ്ക്ക് കണ്ടത്. അത് കണ്ട് ജെയ്ക്ക് ഞെട്ടിപ്പോയി. അപ്പോഴാണ് എമ്മ ഒരു കാര്യം പറഞ്ഞത്. സംഭവം, അത്തരത്തിലുള്ള മോൺസ്റ്റേഴ്സിനെ വേറെ ആർക്കും തന്നെ കാണാൻ പറ്റില്ല. അവയെ കാണാൻ കഴിയുന്നതാണ് ജെയ്ക്കിന്റെ സൂപ്പർ പവർ. പെരിഗ്രീനും അതിനെ കാണാൻ കഴിയില്ല. പക്ഷേ പെരിഗ്രീൻ സമയമെല്ലാം കൃത്യമായിട്ട് നോക്കി വെച്ചിട്ടുണ്ട്. അതിനാൽ ക്രോസ് ബോ കൊണ്ട് വെടിവെച്ച് അവൾ ആ മോൺസ്റ്ററിനെ നിസ്സാരമായിട്ട് കൊന്നുകളഞ്ഞു. ആദ്യമായിട്ട് ഇങ്ങോട്ട് ടൈം ട്രാവൽ ചെയ്തു വരുന്നതിനിടയിൽ വിക്ടറിനെ കൊന്നത് യഥാർത്ഥത്തിൽ ഈ മോൺസ്റ്റർ ആണ്. എല്ലാ ദിവസവും കൃത്യം ഈ സമയമാകുമ്പോൾ പെരിഗ്രീൻ വന്ന് ഇതിനെ കൊന്നുകളയും. ശേഷം പെരിഗ്രീൻ വന്നിട്ട് എല്ലാ സത്യങ്ങളും ജേക്കിന് പറഞ്ഞു കൊടുത്തു. സംഭവം, ടൈം കീപ്പേഴ്സിന് ഒരിക്കലും മരിക്കാതെ ജീവിക്കാൻ കഴിയും. അതായത് ഇവരിപ്പോ ടൈം ലൂപ്പിൽ ജീവിക്കുന്നത് പോലെ. അതുകൊണ്ട് അവരുടെ ശക്തി നമുക്കും വേണമെന്ന് ആഗ്രഹിച്ച ഒരു കൂട്ടം പെക്യൂലിയേഴ്സ് ആണ് ബാരനും കൂട്ടരും. അങ്ങനെ അമരത്വത്തിന് വേണ്ടി ഹോളോസ് ഒരിക്കൽ ടൈം കീപ്പേഴ്സിനെ വെച്ച് പരീക്ഷണം നടത്തി. പക്ഷെ ആ പരീക്ഷണം പാളിപ്പോയി. അവർക്ക് ടൈം കീപ്പേഴ്സിന്റെ ശക്തി കിട്ടുന്നതിന് പകരം അവരെല്ലാം ഭീകരമായ മോൺസ്റ്റേഴ്സ് ആയിട്ട് മാറി. അതാണ് നേരത്തെ കണ്ട മോൺസ്റ്റർ. പിന്നീട് മനുഷ്യരൂപത്തിലേക്ക് തിരിച്ചു വരാൻ അവര് പല കാര്യങ്ങളും ചെയ്തു നോക്കി. അവസാനം പെക്യുലിയേഴ്സിന്റെ കണ്ണുകൾ കഴിച്ചാൽ ശരിക്കുമുള്ള മനുഷ്യരൂപം കിട്ടുമെന്ന കാര്യം അവരെങ്ങനെയോ മനസ്സിലാക്കി. അതിനുശേഷം പിന്നെ അവര് നല്ല പെക്യുലിയേഴ്സിനെയൊക്കെ വേട്ടയാടാൻ തുടങ്ങി. അങ്ങനെയാണ് ബാരനെ പോലെ കുറച്ച് മോൺസ്റ്റേഴ്സിന് മനുഷ്യരൂപം തിരിച്ചു കിട്ടിയത്. ഇപ്പോൾ ബാക്കി മോൺസ്റ്റേഴ്സിനും കൂടെ മനുഷ്യരൂപം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാരനും കൂട്ടരും ചേർന്ന് ഇതുപോലെ ഒളിച്ചു ജീവിക്കുന്ന പെക്യുലിയേഴ്സിനെ കണ്ടെത്തി കൊന്നുകളയുന്നത്. പെക്യുലിയേഴ്സിനെ മാത്രമല്ല, ചില സമയങ്ങളിൽ വെറുതെ ഒരു വിനോദത്തിന് വേണ്ടി സാധാ മനുഷ്യരെയും പിടിച്ച് കൊന്നുകളയാറുണ്ട്. എയ്ബിനും ജേക്കിന്റെ അതേ ശക്തി ഉണ്ടായിരുന്നു. അതിനാൽ അവൻ മോൺസ്റ്റേഴ്സിനെ വേട്ടയാടുന്ന ഒരുത്തനായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും പെരിഗ്രീൻ പറഞ്ഞു കൊടുത്തു. കുറച്ചു കഴിഞ്ഞ് അവസെറ്റ് ഉണർന്നു. എന്താണ് സംഭവിച്ചതെന്ന് പെരിഗ്രീൻ അവസെറ്റിന്റെ അടുത്ത് ചോദിച്ചു. അവസെറ്റും ഇതുപോലെ കുറച്ച് കുട്ടികളെയും കൊണ്ട് മറ്റേതോ ടൈം ലൂപ്പിൽ ജീവിക്കുകയായിരുന്നു. ബാരനും കൂട്ടരും എങ്ങനെയോ അവരുടെ സീക്രട്ട് ലൊക്കേഷൻ കണ്ടുപിടിച്ചു. അങ്ങനെ അവര് അവസെറ്റിന്റെ വീട്ടിലുണ്ടായിരുന്ന പെക്യുലിയേഴ്സിനെ എല്ലാം കൊന്നുകളഞ്ഞു. അതിനിടയിൽ അവസെറ്റ് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇനി ബാരനും കൂട്ടരും ഇങ്ങോട്ടാണ് വരാൻ പോകുന്നതെന്ന് ബാരൻ അവന്റെ കൂട്ടരോട് പറയുന്നത് അവസെറ്റ് കേട്ടിരുന്നു. അങ്ങനെ അവളെല്ലാം പറഞ്ഞു കൊടുത്തു. അതിനാൽ എത്രയും വേഗം ഇവിടുന്ന് പോകണമെന്നും മറ്റൊരു പുതിയ ടൈം ലൂപ്പ് കണ്ടെത്തണമെന്നും പെരിഗ്രീൻ തീരുമാനിച്ചു. ശേഷം എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. നീയും കൂടെ നമുക്കൊപ്പം നിൽക്കുമോ എന്ന് എമ്മ ജേക്കിനോട് ചോദിച്ചു. കാരണം ഇവന് മാത്രമേ മോൺസ്റ്റേഴ്സിനെ കാണാനും എതിർക്കാനും കഴിയൂ. എന്നാൽ എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ തിരിച്ചുപോയി. യഥാർത്ഥ ടൈം ലൈനിൽ തിരിച്ചു വന്ന ശേഷം ഹോട്ടലിലേക്ക് നടക്കുന്ന വഴിക്ക് ബീച്ചിന് സമീപം ഒരാൾ മരിച്ചു കിടക്കുന്നത് കണ്ടു. കുറെ പേര് അയാൾക്ക് ചുറ്റും അത്ഭുതത്തോടെ നിൽപ്പുണ്ട്. ഫ്രാങ്കും അവിടെ ഉണ്ടായിരുന്നു. മരിച്ചു കിടക്കുന്നയാളുടെ കണ്ണുകൾ കാണുന്നില്ല. അതാണ് എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുന്നത്. അപ്പോൾ ബാരനും കൂട്ടരും ഇവിടെയും എത്തിയെന്ന് അവന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ എത്രയും വേഗം പെരിഗ്രീനും കുട്ടികൾക്കും മുന്നറിയിപ്പ് കൊടുക്കണമെന്ന് ജേക്കിന് തോന്നി. അതിനാൽ അവൻ വേഗം പാറക്കെട്ടുകളിലേക്ക് ഓടി. അത് പക്ഷി നിരീക്ഷകൻ കണ്ടു. ഉടനെ അയാളും ജേക്കിനെ ഫോളോ ചെയ്തു. അങ്ങനെ അയാളും പാറക്കെട്ടുകൾക്കുള്ളിൽ കയറി വന്നു.
എന്നിട്ട് അയാളുടെ യഥാർത്ഥ രൂപത്തിലായി മാറി. സംഭവം അത് ബാരനായിരുന്നു. അയാൾക്ക് രൂപം മാറാനുള്ള കഴിവുണ്ട്. എങ്ങനെയെങ്കിലും പെക്യുലിയേഴ്സിനെ കണ്ടെത്തുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. ഒരിക്കൽ ജെയ്ക്ക് ഇതുപോലെ പെക്യുലിയേഴ്സിനെ തേടി വരുമെന്നറിയാവുന്നതിനാൽ ഇയാള് കുറെ നാളുകളായിട്ട് എയ്ബിനെയും ജെയ്ക്കിനെയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സൈക്യാട്രിസ്റ്റ് ആയിട്ടിരുന്ന ഡോക്ടറും യഥാർത്ഥത്തിൽ ഇയാള് തന്നെയാണ്. ജെയ്ക്ക് പെട്ടെന്നിറങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കി. എന്നാൽ ഉടനെ അയാൾ അവനെ പിടിച്ച് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി. ഈ സമയം ഇവിടെ പെരിഗ്രീനും കുട്ടികളും അവസെറ്റും കൂടെ പുറപ്പെടാൻ റെഡിയാവുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ബാരൻ ജെയ്ക്കിനെയും കൊണ്ടുവന്നത്. ജെയ്ക്കിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അയാള് പെരിഗ്രീനോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. ബാരനും കൂട്ടരും പണ്ടത്തെ പരീക്ഷണം വീണ്ടും ചെയ്തു നോക്കാൻ പോവുകയാണ്. അതിനാൽ നീ പക്ഷിയുടെ രൂപത്തിലായി മാറി എന്റെ കൂടെ വരണമെന്ന് ബാരൻ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇവനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ബാരൻ ഇവിടെ എത്തിയെങ്കിൽ ഇനിയും അധികം വൈകാതെ മോൺസ്റ്റേഴ്സും ഇവിടെ വരും. ജെയ്ക്കിന് മാത്രമേ മോൺസ്റ്റേഴ്സിനെ കാണാൻ കഴിയൂ. അതിനാൽ കുട്ടികളുടെ സേഫ്റ്റിക്ക് തന്റെ ജീവനേക്കാൾ ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് ജെയ്ക്കിന്റെ ജീവൻ എന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് നീ കുട്ടികളെയെല്ലാം സേഫ് ആയിട്ട് നോക്കണമെന്ന് ജെയ്ക്കിനോട് പറഞ്ഞ ശേഷം ബാരൻ ആവശ്യപ്പെട്ടതുപോലെ അവള് പക്ഷിയായി മാറി. എന്നിട്ടൊരു കൂട്ടിൽ കയറി. അയാള് പെരിഗ്രീനെയും കൊണ്ട് പോയ ശേഷം എല്ലാവരും കൂടെ മോൺസ്റ്റേഴ്സ് വന്നാൽ എതിർക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. കുറെ മണിക്കൂറുകൾ കഴിഞ്ഞ് രാത്രിയായപ്പോൾ മോൺസ്റ്റേഴ്സ് വന്നാൽ അവയെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് പറഞ്ഞ് അവസെറ്റ് കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു. അതിനിടയിൽ അവിടെ ഒരു മോൺസ്റ്റർ വന്ന് അവസെറ്റിനെ പിടിച്ച് കൊന്നുകളഞ്ഞു. എന്നിട്ട് അത് ഇനോക്കിനെ പിടികൂടി. അവനെ പല രീതിയിലും അത് ആക്രമിച്ചു. അവനെ കാര്യമായിട്ട് എന്തെങ്കിലും പറ്റുന്നതിന് മുന്നേ ജെയ്ക്ക് ഒരു ക്രോസ് ബോ എടുത്ത് അതിനെ വെടിവെച്ചു. അങ്ങനെ ഇനോക്കിനെ രക്ഷപ്പെടുത്തി. പിന്നെ എല്ലാവരും കൂടെ മറ്റൊരു മുറിയിൽ കയറി വാതിലടച്ചു. മോൺസ്റ്റർ വീണ്ടും എണീറ്റ് വന്ന് വാതിലിൽ മുട്ടാൻ തുടങ്ങി. ഇവിടുന്ന് ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ചപ്പോൾ ജെയ്ക്കിന് ഒരു ഐഡിയ തോന്നി. അവൻ എല്ലാവരെയും കൊണ്ട് ജനാല വഴി പുറത്തു കടന്നു. എന്നിട്ട് ഫിയോണയോട് സമീപമുള്ള മരത്തിന്റെ ചില്ല ഇങ്ങോട്ട് വളർത്തിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ ആ ചില്ല വഴി താഴെ ഇറങ്ങി രക്ഷപ്പെട്ടു. അപ്പോഴേക്കും വാതിലും തകർത്ത് മോൺസ്റ്ററും അവരുടെ പിന്നാലെ വരാൻ നിന്നു. എന്നാൽ അപ്പോഴാണ് അവിടെ ബോംബ് വന്ന് വീണത്. അത് കാരണം വീട് മൊത്തം തകർന്നു പോയി. ഒപ്പം മോൺസ്റ്ററും ചാമ്പലായി. പെരിഗ്രീൻ ഇല്ലാത്തതിനാൽ ഇനി ടൈം ലൂപ്പ് വർക്കാകില്ല. വീട് നശിച്ചതിനാൽ ഇനി ഇവിടെ നിൽക്കാനും സാധിക്കില്ല. എന്നാ പിന്നെ നമുക്ക് പെരിഗ്രീനെ രക്ഷിക്കാൻ പോകാം എന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ചു. പെരിഗ്രീനെയും കൊണ്ട് ബ്ലാക്ക് പൂൾ എന്ന സ്ഥലത്തിലേക്കാണ് പോകുന്നതെന്ന് നേരത്തെ ബാരൻ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങോട്ട് എങ്ങനെ പോകുമെന്നതാണ് പ്രശ്നം. അപ്പോൾ എമ്മയ്ക്കൊരു ഐഡിയ തോന്നി. അവള് എല്ലാവരെയും കൊണ്ട് നേരത്തെ കണ്ട തകർന്ന കപ്പലിലേക്ക് പോയി. എന്നിട്ട് എല്ലാവരുടെയും ശക്തികൾ ഉപയോഗിച്ച് കപ്പലിനെ ശരിയാക്കിയെടുത്തു. അങ്ങനെ ആ കപ്പലിൽ കയറി അവര് യാത്രയായി. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴാണ് അവര് ബ്ലാക്ക് പൂളിൽ എത്തിയത്. കുറെ നേരം അവിടെ ചുറ്റി നടന്ന് തിരഞ്ഞപ്പോൾ ബാരനും കൂട്ടരും പരീക്ഷണം നടത്തുന്ന ബിൽഡിംഗിലെത്തി. അവിടെ പെരിഗ്രീന് പുറമെ വേറെയും കുറെ ടൈം കീപ്പേഴ്സിനെ കൂടെ പിടിച്ച് കൂട്ടിലടച്ചിട്ടിട്ടുണ്ട്. ഹോളോസ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. എന്താണെന്നാൽ ഈ ഹോളോസിനും മോൺസ്റ്റേഴ്സിനെ കാണാനുള്ള കഴിവില്ല. എന്തായാലും അവരെ ആക്രമിക്കാൻ ജെയ്ക്ക് ഒരു പ്ലാൻ ഇട്ടു. ആദ്യം എമ്മയും ജെയ്ക്കും കൂടെ ഹോളോസിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഉടനെ കുറെ ഹോളോസും മോൺസ്റ്റേഴ്സും കൂടെ അവരെ ആക്രമിക്കാൻ വന്നു. അപ്പോൾ ജെയ്ക്ക് എമ്മയും കൊണ്ട് പുറത്തിറങ്ങിപ്പോയി. ഈ സമയം ബാക്കി കുട്ടികൾ ആക്രമിക്കാൻ റെഡിയായി പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ഒരിടത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങോട്ടെറിയാൻ ജെയ്ക്ക് പറഞ്ഞതും കുട്ടികളെല്ലാം കൂടെ അങ്ങോട്ട് റോസ് നിറത്തിലുള്ള പശ വാരി എറിഞ്ഞു. അതെല്ലാം മോൺസ്റ്റേഴ്സിന്റെ ദേഹത്താണ് കൊണ്ടത്. അതിനാൽ ഇനി അവർക്ക് മോൺസ്റ്റേഴ്സിനെ കാണാൻ പറ്റും. തൊട്ടു പിന്നാലെ ഇനോക്ക് കപ്പലിലുണ്ടായിരുന്ന അസ്ഥികൂടങ്ങൾക്കെല്ലാം ജീവൻ നൽകി. അങ്ങനെ അവയെല്ലാം കൂടെ മോൺസ്റ്റേഴ്സിനെയും ഹോളോസിനെയും ആക്രമിക്കാൻ തുടങ്ങി. ഈ സംഭവിക്കുന്നതെല്ലാം സാധാരണ മനുഷ്യരൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. സ്കെൽറ്റൺസ് എല്ലാ മോൺസ്റ്റേഴ്സിനെയും കൊന്നുകളഞ്ഞു. ഇടയ്ക്ക് ഒരെണ്ണം ചെന്ന് വെള്ളത്തിൽ വീഴുന്നതും കാണാം. ഹോളോസിനെയും സ്കെൽറ്റൺസ് തന്നെ കൊന്നുകളഞ്ഞു. ശേഷം അവര് പെരിഗ്രീനെ രക്ഷിക്കാൻ അകത്ത് കയറിപ്പോയി. അവിടെ ബാരനെയും കൂട്ടി ആകെ 3 ഹോളോസ് മാത്രമേ ബാക്കിയുള്ളൂ. മോൺസ്റ്റേഴ്സ് ഒന്നും ബാക്കിയില്ല. ഹ്യൂ തേനീച്ചകൾ ഉപയോഗിച്ച് 2 ഹോളോസിനെ ആക്രമിച്ചു. ഒരു ഹോളോ കത്തികൾ എറിഞ്ഞ് കുട്ടികളെ ആക്രമിക്കാൻ നോക്കി. ആ സമയം കുറച്ചു കുട്ടികൾ ബാരനെ ആക്രമിക്കുകയായിരുന്നു. ബാരൻ ആദ്യമേ ഇനോക്കിനെ ഇടിച്ച് ബോധം കെടുത്തി. ലൂസി ബാരന്റെ ദേഹത്ത് തീ കത്തിക്കാൻ നോക്കി. പക്ഷെ അവളെയും അയാൾ ഇടിച്ചിട്ടു. ബ്രോൺവിൻ ഒരു വലിയ കസാര എടുത്ത് അയാളെ എറിഞ്ഞു വീഴ്ത്തി. ഹോറസ് അവന്റെ കണ്ണിലെന്ന് ശക്തമായ ലൈറ്റ് അടിച്ചപ്പോൾ ബാരന്റെ കാഴ്ച കുറച്ചു നേരത്തേക്ക് നഷ്ടപ്പെട്ടു. ഇതിനിടയിൽ ബ്രോൺവിൻ ഒരു ടാങ്കിൽ വീണപ്പോൾ ഒരു ഹോളോ അവന്റെ ശക്തി ഉപയോഗിച്ച് ആ ടാങ്കിനെ ഫ്രീസ് ആക്കാൻ നോക്കി. ഭാഗ്യത്തിനുടനെ ഫിയോണ വന്ന് ചെടികൾ വളർത്തി അയാളെ വരിഞ്ഞു മുറുക്കി. പക്ഷെ അയാൾ അത് പൊട്ടിച്ചു കളഞ്ഞിട്ട് ലൂസിയെ ചെന്ന് ഫ്രീസ് ആക്കി. അപ്പോഴാണ് ഇനോക്ക് ഉണർന്നത്. അവനൊരു വലിയ ആനയുടെ രൂപത്തിന് ജീവൻ നൽകി. എന്നിട്ട് അത് വെച്ച് ഐസ് ഹോളോയെ കൊന്നുകളഞ്ഞു. മറ്റേ ഹോളോ ആണെങ്കിൽ ക്ലെയറിനെ ആക്രമിക്കാൻ നോക്കിയതും ക്ലെയർ അവളുടെ തലയ്ക്ക് പിന്നിലെ കൂർത്ത പല്ലുകൾ ഉപയോഗിച്ച് തിരിച്ചാക്രമിച്ചു. തൊട്ടു പിന്നാലെ ട്വിൻസ് വന്ന് അവരുടെ മുഖം മൂടി മാറ്റിയ കണ്ണുകൾ ഹോളോയ്ക്ക് കാണിച്ചു കൊടുത്തു. സെക്കൻഡുകൾ കൊണ്ട് ആ ഹോളോ ഒരു സ്റ്റാച്യു ആയി മാറി.
ലൂസി തണുത്തുറഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ അവള് മരിച്ചുവെന്ന് കരുതി ഇനോക്കിനാകെ സങ്കടമായി. അപ്പോഴാണ് തന്റെ ഉള്ളിൽ ലൂസിയോട് പ്രണയമുണ്ടായിരുന്നുവെന്ന് ഇനോക്ക് തിരിച്ചറിഞ്ഞത്. എന്നാൽ ഭാഗ്യത്തിന് അവള് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവള് കണ്ണു തുറന്നു. അപ്പോഴാണ് ഇനോക്കിന് സമാധാനമായത്. ഈ സമയം ഇവിടെ ജേക്കും എമ്മയും കൂടെ ബാരനുമായിട്ട് ഫൈറ്റ് ചെയ്യുകയായിരുന്നു. എമ്മ അവളുടെ ശക്തി കൊണ്ട് അയാളെ കുറച്ചുനേരം എയറിൽ നിർത്തി. പക്ഷെ അവസാനം അയാൾ അവളെ ഇടിച്ചു വീഴ്ത്തി. ഭാഗ്യത്തിന് ആ സമയം കൊണ്ട് ജേക്ക് വന്ന് കൂട്ടിലുണ്ടായിരുന്ന എല്ലാ ടൈം കീപ്പേഴ്സിനെയും തുറന്നുവിട്ടു. ദേഷ്യം വന്ന ബാരൻ ജേക്കിനെ ആക്രമിക്കാൻ നിന്നതും അവിടെ ഈനോക്കും എമ്മയും എത്തി. പക്ഷെ ഉടനെ ബാരനും ജേക്കിന്റെ രൂപത്തിലായി മാറി. അപ്പോൾ ഇതിൽ ആരാണ് ശരിക്കുമുള്ള ജേക്ക് എന്ന് മനസ്സിലാകാതെ അവര് കൺഫ്യൂഷനിലായി. എന്നാൽ അപ്പോഴാണ് നേരത്തെ വെള്ളത്തിൽ പോയ മോൺസ്റ്റർ തിരിച്ചു കയറി വന്നത്. അത് വരുന്നത് ശരിക്കുമുള്ള ജേക്ക് കണ്ടു. അതിനാൽ ഞാനാണ് ശരിക്കുമുള്ള ജേക്ക് എന്ന് നിങ്ങളെല്ലാവരും ഉടൻ തന്നെ മനസ്സിലാക്കുമെന്ന് ജേക്ക് പറഞ്ഞു. അപ്പോൾ ജേക്ക് ആണെന്ന് കരുതി മോൺസ്റ്റർ വന്ന് ബാരനെ കൊന്നുകളഞ്ഞു. പിന്നെ ആ മോൺസ്റ്ററിനെയും ജേക്ക് ക്രോസ്ബോ കൊണ്ട് ആക്രമിച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. ഹോളോസും മോൺസ്റ്റേഴ്സും ഒന്നും ബാക്കിയില്ലാത്തത് കൊണ്ട് ഇനി അവർക്ക് സേഫ് ആയിട്ട് തന്നെ ജീവിക്കാൻ കഴിയും. എങ്കിലും അവർക്ക് യഥാർത്ഥ ടൈം ലൈനിലോട്ട് തിരിച്ചു വരാൻ സാധിക്കില്ല. ജേക്കിനോട് നമ്മുടെ കൂടെ നിൽക്കാൻ എമ്മ പറഞ്ഞിട്ടും അവൻ കേട്ടില്ല. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ തിരിച്ച് ഭാവിയിൽ വന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എയ്ബ് ജീവനോടെ ഉണ്ടായിരുന്നു. കാരണം 1943 തന്നെ അവര് മോൺസ്റ്റേഴ്സിനെയൊക്കെ കൊന്നുകളഞ്ഞല്ലോ. അവൻ കുറെ നേരം എയ്ബിനോട് സംസാരിച്ചു. നീ ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ അവരുടെ കൂടെ ജീവിക്കുന്നതാണ് നല്ലതെന്ന് എയ്ബ് ജേക്കിനോട് പറഞ്ഞു. അങ്ങനെ അയാളുടെ ഉപദേശം കേട്ട് അവൻ തിരിച്ചുപോയി. പക്ഷെ അവരിപ്പോ എവിടെ ആയിരിക്കുമെന്ന് അവന് ഒരു പിടുത്തവുമില്ല. അതിനാൽ പല ടൈം ലൂപ്പുകളിലൂടെ സഞ്ചരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവൻ എമ്മയെയും കൂട്ടരെയും കണ്ടെത്തിയത്. അവനെ കണ്ടതും എല്ലാവർക്കും ശരിക്കും സന്തോഷമായി. എമ്മയാണെങ്കിൽ ഓടി വന്ന് അവനെ കിസ് ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടെ കപ്പലിൽ കയറി യാത്ര ചെയ്യുന്ന ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്.